നമസ്കാരം. RDX ആദ്യത്തെ വിഷയത്തിലേക്കാണ്. കാര്യമായ വിവാദങ്ങൾ ഇല്ലാതെയാകും ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം എന്നാണ് ആദ്യം കരുതിയത്. പക്ഷെ ഒരു പകൽ പിന്നിടുമ്പോൾ പുരസ്കാര പ്രഖ്യാപനത്തെ ചൊല്ലി വിവാദങ്ങളും കൊഴുക്കുകയാണ്. മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം വേടന് നൽകിയതിനെ ചൊല്ലി സാംസ്കാരിക ലോകം തന്നെ രണ്ടു തട്ടിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. വേടനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ പോരും കനക്കുന്നു. പുരസ്കാര പ്രഖ്യാപനത്തിൽ കുട്ടികളുടെ ചിത്രത്തെയും ബാലതാരങ്ങളെയും പരിഗണിക്കാത്തതിനെ ചൊല്ലിയും വിമർശനം മറ്റൊരു ഭാഗത്തുണ്ട്. എന്നാൽ തന്റെ 5 വർഷ കാലയളവിൽ പ്രഖ്യാപിച്ച അവാർഡുകളെ കുറിച്ചൊന്നും ഒരു വിവാദങ്ങളും ഉണ്ടായിട്ടില്ലെന്ന ഓർമ്മപ്പെടുത്തലാണ് മന്ത്രി സജി ചെറിയാൻ വിമർശനങ്ങളെ പ്രതിരോധിക്കുന്നത്. ഈ പുരസ്കാരത്തിന് വേടന് അർഹതയില്ലേ? ഇക്കുറി പരിഗണിച്ച കുട്ടികളുടെ സിനിമകൾക്കൊന്നും നിലവാരം ഉണ്ടായിരുന്നില്ലേ? ആദ്യം നോക്കാം RDX. റാപ്പ് ഗായകൻ എന്ന നിലയിൽ പ്രശസ്തനായ വേടന് ഗാനരചയിതാവ് എന്ന നിലയിൽ ലഭിച്ച അംഗീകാരമായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. മഞ്ഞുമൽ ബോയ്സിലെ വേടന്റെ ഗാനത്തിന് നൽകിയ പുരസ്കാരത്തെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ സാംസ്കാരിക പ്രവർത്തകർ പ്രതികൂലവും അനുകൂലവുമായ നിലപാടുകളുമായി നിറയുകയാണ്. വേടൻ അർഹതപ്പെട്ട അംഗീകാരമെന്ന് ഒരു വിഭാഗം പറയുന്നു. സ്ത്രീപീഡന കേസുകളിലെ കുറ്റാരോപിതന് അവാർഡ് നൽകിയത് ഇരട്ടത്താപ്പാണെന്ന് വിമർശിച്ച മറുവിഭാഗം വിമർശനം ശക്തമാക്കുന്നു. വേടന്റെ രചനയുടെ മൂല്യവും മൂല്യമില്ലായ്മയും ചർച്ചയാകുന്നു. സർക്കാരിന്റെ താൽപര്യങ്ങൾ വേടന്റെ പുരസ്കാര ലബ്ധിക്ക് പിന്നിലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഇങ്ങനെ ഇരു ചേരിയിലായി ഏറ്റുമുട്ടൽ ശക്തമാണ്. കുട്ടികളുടെ ചിത്രം വിഭാഗത്തിൽ അവാർഡ് പ്രഖ്യാപിക്കാതിരുന്നതും ബാലതാരത്തെ പരിഗണിക്കാതിരുന്നതുമാണ് മറ്റൊരു വിവാദം. സമർപ്പിക്കപ്പെട്ട ചിത്രങ്ങൾ കുട്ടികളുടെ വീക്ഷണകോണിൽ നിന്നല്ലാത്തതിനാൽ മികച്ച ചിത്രം ബാലതാരം വിഭാഗങ്ങളിൽ അവാർഡുകൾ നൽകേണ്ടതില്ല എന്നായിരുന്നു ജൂറി തീരുമാനം. അവസാന റൗണ്ടിലെത്തിയ ചിത്രങ്ങൾക്ക് നിലവാരമില്ലായിരുന്നുവെന്ന ജൂറിയുടെ വിലയിരുത്തലിനോടാണ് പ്രതിഷേധമുയരുന്നത്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ അടക്കമുള്ള സിനിമകളുടെ പേരുയർത്തിയാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ. RDX റാമ്പ് ന്യൂസ് മലയാളം. ഇത്തവണത്തെ പുരസ്കാര പ്രഖ്യാപനങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ വേടനെ പോലും സ്വീകരിച്ചുവെന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശം ചർച്ചയായി. എന്നാൽ ഗായകനായ വേടനെ ഗാനരചയിതാവ് എന്ന നിലയിൽ അവാർഡിന് പരിഗണിച്ചുവെന്നാണ് ഉദ്ദേശിച്ചതെന്ന് മന്ത്രി പിന്നീട് വിശദീകരിച്ചു. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ട് പാടുന്ന അയാളൊരു എഴുത്തുകാരനല്ല, അങ്ങനെ ഗാനരചയിതാവല്ല. ആ സെൻസിക്കാണ് ഒരു ഗാനരചയിതാവ് അല്ലാത്ത ഒരാൾ ഒരു ഗാനം എഴുതിയപ്പോൾ അത് കേരളം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ നല്ല വശം എടുക്കുക. കുട്ടികളുടെ സിനിമയ്ക്കും ബാലതാരത്തിനും അവാർഡ് നൽകാനായി ജൂറി പരമാവധി പരിഗണന നൽകിയിരുന്നുവെന്ന് മന്ത്രി സജി ചെറിയാൻ പറയുന്നു. എന്നാൽ അവാർഡ് നൽകാനുള്ള ക്രിയേറ്റിവിറ്റി സിനിമകളിൽ ജൂറി കണ്ടില്ലെന്നും മന്ത്രി വിശദീകരിച്ചു. അതിന് അവാർഡ് കൊടുക്കാൻ പറ്റിയ തരത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള ഒരു അഭിനയം അവർ കണ്ടില്ല, ജൂറി കണ്ടില്ല. അവരതിനകത്ത് സങ്കടപ്പെടുന്നുണ്ട്. അവർ ആ സങ്കടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ഒരു കുറവായിട്ടൊന്നും ഒരുപാട് കാണണ്ട. നമ്മളത് പരിഹരിക്കുക. ക്രിയേറ്റീവായിട്ടുള്ള സിനിമകൾ വന്നാൽ ആ സിനിമയെ ഗവൺമെൻറ് കൂടി വേണ്ടി വന്നാൽ സപ്പോർട്ട് ചെയ്ത് അടുത്ത ഒരു അവാർഡ് ദാനം വരുമ്പോൾ കുട്ടികളുടെ സിനിമ അവർക്ക് അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കാനേ നമുക്ക് ഇനിയും കഴിയും. RDX ഡാറ്റാ ഷീറ്റിലേക്കാണ്. എന്തുകൊണ്ട് വേടൻ? ഇന്നത്തെ തലമുറയുടെ ശബ്ദമാണ് വേടന്റേതെന്ന് ജൂറി ചെയർമാൻ പ്രകാശ് രാജ് പറയുന്നു. വേടന്റെ പാട്ടുകളിലെ അതിജീവനത്തിനുള്ള ത്വര കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. സ്ഥിരമായി ശാസ്ത്രീയ സംഗീതത്തിന് പുരസ്കാരം ലഭിക്കുന്നു എന്ന ധാരണ പാടില്ല. വേടന്റെ സംഗീതത്തെ ഇന്നത്തെ തലമുറയുടെ കാഴ്ചപ്പാടും സ്വപ്നങ്ങളും പ്രതീക്ഷയും ഉണ്ടെന്നും പ്രകാശ് രാജിന്റെ നേതൃത്വത്തിൽ ജൂറി വിലയിരുത്തുന്നു. ഇരട്ടത്താപ്പെന്നാണ് വിമർശനം ഉയരുന്നത്. സ്ത്രീ പീഡന കേസിൽ ആരോപണ വിധേയനായ വേടന് അവാർഡ് നൽകിയതിൽ വിവാദമുയരുന്നു. മലയാളികളുടേത് ഇരട്ടത്താപ്പെന്ന വിമർശനവുമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു. ദിലീപിനാണ് പുരസ്കാരം നൽകിയതെങ്കിൽ സാംസ്കാരിക നായകന്മാർ ഇങ്ങനെയാണോ പ്രതികരിക്കുക എന്നാണ് ചോദ്യം. കമ്മാര സംഭവം അവാർഡിന് പരിഗണിക്കാതിരുന്നതും ഈ കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു. വിജയ് ബാബുവിനെതിരായ കേസിന്റെ പേരിൽ അദ്ദേഹം നിർമ്മിച്ച ഹോം എന്ന സിനിമ അവാർഡിന് പരിഗണിക്കാതിരുന്നതും പരാമർശിക്കപ്പെടുന്നു. മുൻകാല ഗാനരചയിതാക്കളുടെ രചനയുമായി വേടന്റെ രചനയും താരതമ്യം ചെയ്തും സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. അംഗീകാരം കലാസൃഷ്ടിക്ക് ആരോപണങ്ങളുടെ പേരിൽ റദ്ദ് ചെയ്യാനാകാത്തതാണ് വേടന്റെ സൃഷ്ടിയെന്ന് പുരസ്കാരത്തെ അനുകൂലിക്കുന്നവർ ഇതിനിടെ വാദിക്കുന്നു. കലാകാരൻ എന്ന നിലയിൽ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനാണ് പുരസ്കാരം എന്നാണ് വിശദീകരണം. കേസല്ല, വേടന്റെ ജാതിയാണ് വിമർശകരെ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ന് ഒരു വാദം ഉയരുന്നുണ്ട്. നല്ല വരികൾ എഴുതാൻ മഹാകവിയാകണമെന്നില്ലെന്നും
വിമർശകർക്ക് മറുപടി ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഈ ബാലതാര വിവാദം എന്നുകൂടി പരിശോധിക്കാം. കുട്ടികളുടെ സിനിമ ചലച്ചിത്ര പുരസ്കാരത്തിന് പരിഗണിക്കാതിരുന്നതിലുമാണ് മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി വരുന്ന തലമുറയ്ക്ക് നേരെയാണ് ജൂറി കണ്ണടച്ചതെന്ന് ബാലതാരം ദേവനന്ദ വിമർശിക്കുന്നു. പരോക്ഷ വിമർശനവുമായി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനീഷ് വിശ്വനാഥും രംഗത്തെത്തി. കുട്ടികളുടെ പ്രകടനത്തെപ്പറ്റി ഒരു പരാമർശമെങ്കിലും പ്രതീക്ഷിച്ചെന്ന് നടൻ ആനന്ദ് മന്മഥനും പറയുന്നു. മന്ത്രിക്കെതിരെ വിനയനും രംഗത്ത് വന്നിരിക്കുന്നു. തന്റെ 5 വർഷക്കാലം നൽകിയ അവാർഡുകളിൽ പരാതികൾ ഉയർന്നിട്ടില്ല എന്ന സജി ചെറിയാന്റെ പരാമർശത്തിലാണ് സംവിധായകൻ വിനയൻ വിമർശനം ഉന്നയിക്കുന്നത്. 2022 19-ാം നൂറ്റാണ്ടിന് അവാർഡ് ലഭിക്കാതിരുന്നത് ഇടപെടലുകൾ നടന്നു എന്നുള്ളതാണ് വിനയന്റെ ഇപ്പോഴത്തെ ആരോപണം. പക്ഷെ എന്താണ് ഈ വിവാദങ്ങളിൽ അടിസ്ഥാനമുണ്ടോ? പല തലത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് പ്രധാനമായി ഒരു 3 വിവാദങ്ങളാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി വന്നത്. ഒന്ന് വേടന് അവാർഡ് നൽകിയതുമായി ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള ചർച്ചകൾ. അതിലൊന്ന് വേടനെതിരെ ലൈംഗികാരോപണം അടക്കം ഉയർന്നിട്ടുള്ള സാഹചര്യത്തിൽ അവാർഡ് നൽകി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിമർശനം. അപ്പുറത്ത് മറ്റൊന്ന് വേടൻ എഴുതിയ പാട്ട്, അതിൻ്റെ വരികൾ വയലാറിൻ്റെയും മറ്റ് അതുപോലെ പി ഭാസ്കരൻ്റെയും ഒക്കെ വരികളുമായി താരതമ്യം ചെയ്താൽ എന്ത് ദുർബലമാണ് എന്നുള്ള വിമർശനം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ 2 തരത്തിലുള്ള വിമർശനങ്ങളാണ് വേടന് നൽകിയ അവാർഡുമായി ബന്ധപ്പെട്ടുണ്ടായത്. പിന്നെ ഒന്ന്, കുട്ടികൾക്കുള്ള സിനിമയ്ക്ക് അവാർഡ് കിട്ടിയില്ല, ആ നിലയ്ക്ക് കുട്ടികളെ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നത് സംബന്ധിച്ചുള്ള വിമർശനം. കാരണം കുട്ടികളുടെ സിനിമകൾ വന്നിട്ടുണ്ട്, അഭിനയിച്ച കുട്ടികളുണ്ട്, കുട്ടികൾ തന്നെ വിമർശനവുമായി രംഗത്തെത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും കുട്ടികൾ തന്നെ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നത്. ഞാൻ ഇന്നലെ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ അങ്ങനെ വലിയ തർക്കത്തിനുള്ള സ്കോപ്പൊന്നും ഇത്തവണ അവാർഡിലില്ല എന്നായിരുന്നു നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. ആളുകൾക്ക് തീർച്ചയായും അഭിപ്രായം പറയാം, വിമർശിക്കാം. ആ വിമർശനം തന്നെയാണ് ഈ നിലയ്ക്ക് ഉയർന്നു കേൾക്കുന്നത്. അതുപോലെ ആ നിലയ്ക്ക് അത്രയ്ക്ക് പരിഗണിക്കേണ്ടതില്ലാത്ത ചില ചെറിയ വിമർശനങ്ങൾ, അത് പ്രധാനമായും ഇപ്പോൾ ജൂറി ചെയർമാൻ്റെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളാണ്. അതായത് നാഷണൽ അവാർഡ് ജൂറിയെ പരിഹസിച്ചു എന്നതും മമ്മൂട്ടിയെ ആ ജൂറി അർഹിക്കുന്നില്ല എന്നതുമൊക്കെയായ പരാമർശങ്ങൾ ഒരു വിഭാഗം ആളുകളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. അവരും വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ 3 മേഖലകളിൽ നിന്നുള്ള ആളുകൾ 4 തരത്തിലുള്ള വിമർശനവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതിലാദ്യത്തേത്, അതായത് അതിൽ ഗൗരവം കുറഞ്ഞത് ആദ്യം എടുത്താൽ, ഈ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ നാഷണൽ ജൂറിയെ ആ നിലയ്ക്ക് പരിഹസിച്ചതിൽ തെറ്റില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം കേരളത്തിൻ്റെ ജൂറിയായി അദ്ദേഹം ഇവിടെ വരുമ്പോൾ പ്രകാശ് രാജ് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു തരത്തിലുമുള്ള ഇടപെടലുണ്ടാവില്ല, സ്വതന്ത്രമായി എനിക്ക് ഈ കാര്യങ്ങളിൽ തീരുമാനിക്കാമെന്നാണ്. ഇപ്പോൾ ഈ തീരുമാനങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ആർക്കാണ്? അത് ജൂറിക്കാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. ഇവിടെ സ്വതന്ത്രമായി ഈ ജൂറി തീരുമാനിച്ച തീരുമാനങ്ങളാണ് ഈ പറയുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന് അത് ഇവിടെ കേരളത്തിൽ നിന്ന് പറയാം. കാരണം അദ്ദേഹം നോക്കുമ്പോൾ എന്താണ്, ഈ ജൂറിയാണ്, അതായത് ഈ പറയുന്ന കേന്ദ്ര അവാർഡിൻ്റെ ജൂറി, നാഷണൽ അവാർഡിൻ്റെ ജൂറിയാണ് കേരള സ്റ്റോറിക്കടക്കം അവാർഡ് കൊടുത്തിരിക്കുന്നത്. ആ കേരള സ്റ്റോറിയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മേന്മ പറയാവുന്ന സിനിമയല്ല എന്ന് മാത്രമല്ല, നാട്ടിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ മാത്രം ലക്ഷ്യമിട്ട് ഇറക്കിയ സിനിമകൾ കൂടിയാണ്. അപ്പോൾ അത്തരം സിനിമകൾക്ക് അവാർഡ് കൊടുത്ത ഒരു ജൂറിയെക്കുറിച്ച് നിരന്തരം പരിഗണിക്കാത്ത, മമ്മൂട്ടിയുടെ മികച്ച പ്രകടനങ്ങളെ, പേരൻപ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാലുള്ള പ്രകടനങ്ങളെയെല്ലാം പരിഗണിക്കാത്ത ഒരു ജൂറിയെക്കുറിച്ച് അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പരാമർശിക്കാം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അത് ഇനി കുട്ടികളുടെ അവാർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ, അത് കുട്ടികൾക്ക് പ്രോത്സാഹനം വേണം, കുട്ടികളെ ആ നിലയ്ക്ക് പരിഗണിക്കണം. അവർക്ക് ഭാവിയിൽ ഈ സിനിമാ മേഖലയിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും അവരുടെ കഴിവും പ്രതിഭയും പ്രകടിപ്പിക്കാനും ഒക്കെ വേണ്ട അവസരം ഒരുക്കി കൊടുക്കണം എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷേ ചോദ്യം ഉയർന്നത്, അത് ചർച്ച വേണ്ട വിഷയമാണ്. കാരണം ആ നിലയ്ക്ക് അവസരം കൊടുക്കുക എന്നതാണോ ഇവിടെ പരിഗണിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതോ നിലവാരം പരിഗണിക്കുക എന്നതാണോ ഒരു അവാർഡ് കമ്മിറ്റി പരിഗണിക്കേണ്ട കാര്യം? ഒരവസരം കൊടുക്കുക എന്നത് യഥാർത്ഥത്തിൽ ഒരു അവാർഡ് കമ്മിറ്റി ചെയ്യേണ്ട കാര്യമാണോ? പ്രോത്സാഹനം അതൊരു വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് രണ്ടും വേണം. അതായത് പ്രോത്സാഹനം ഏതെങ്കിലും തരത്തിൽ അവർക്ക് തോന്നുന്ന തരത്തിൽ ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അവർക്ക് ഈ വന്ന സിനിമകളുടെ നിലവാരം അനുസരിച്ച് വേണം അതിൻ്റെ ഒരു പരിഗണന കൊടുക്കാൻ എന്നുള്ള കാര്യമുണ്ട്. അതിൽ ചില സിനിമകളുടെ കാര്യത്തിലൊക്കെ തർക്കമൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പ്രധാനപ്പെട്ട വിമർശനം വരുന്നത്. കാരണം അത് പൊതുവെ കുറച്ച് ആളുകൾ കാണുകയും അതേക്കുറിച്ച് അഭിപ്രായം പറയുകയും ഒക്കെ ചെയ്ത സിനിമ കൂടിയാണ്. അതിലെ കുട്ടികളുടെ അഭിനയത്തെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ അഭിപ്രായം ഉയർന്നിരുന്നതാണ്. നേരത്തെ തന്നെ പലരും പറഞ്ഞതാണ് അതിൽ അഭിനയിച്ചവർക്കായിരിക്കും അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നൊക്കെ ചില ചർച്ചകൾ നേരത്തെ ഉയർന്നതുകൊണ്ട്
ആ സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ചിലർ പറയുന്നു അത് പരിഗണിക്കപ്പെട്ടത് മറ്റ് പൊതുവിഭാഗത്തിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പം നമുക്ക് അന്വേഷിക്കുമ്പോൾ കിട്ടുന്നത്. അത് കൂടുതൽ വ്യക്തത വരേണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട്. എന്തായാലും കുട്ടികൾക്ക് സ്വാഭാവികമായും ഇത്തരമൊരു വേദിയിൽ പ്രോത്സാഹനം വേണം, അതോടൊപ്പം തന്നെ അതിൻ്റെ നിലവാരം പരിഗണിക്കുകയും വേണം. പ്രധാനമായും വന്ന വിമർശനം, അതായത് വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? വേടനുമായി ബന്ധപ്പെട്ടുള്ള, വേടൻ എന്തിന് അവാർഡ് കൊടുത്തു എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. അതിലും ഈ പറയുന്നത് പോലെ ഡിബേറ്റബിളായ ചില വിഷയങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് വിമർശനം ഉന്നയിക്കുന്നവരും. അതല്ലാത്ത ബാലിശമായ ഈ പി ഭാസ്കരനെ പോലെയോ അതല്ലെങ്കിൽ വയലാർ രാമവർമ്മയെ പോലെയോ ഒന്നും എഴുതാനുള്ള ശേഷിയില്ലാത്ത വേടന് കൊണ്ടുപോയി അവാർഡ് കൊടുത്തത് എന്തിനാണെന്ന് ചോദിക്കുന്നവരുമുണ്ട്. അത് വളരെ പരിഹാസ്യമായ ഒരു വാദമാണ്. ഈ പറഞ്ഞതുപോലെ ഈ പി ഭാസ്കരനും വയലാറിനെയും പോലെയുള്ള ആളല്ല ഇദ്ദേഹം എന്നുള്ള മട്ടിൽ ഇപ്പോൾ മനോജ് കുറൂരിനെ പോലെയുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് തന്നെ പരാമർശിച്ചിരിക്കുന്നതാണ് എനിക്ക് എടുക്കാൻ തോന്നിയത്. അതായത് അദ്ദേഹം പറയുന്നത് ഇത് റാപ്പ് സംഗീതമാണ് വേടൻ്റേത്. അതും ഇവിടെയുള്ള ഈ പറയുന്ന ശാസ്ത്രീയ സംഗീതത്തോട് ഒപ്പിച്ചു വരുന്ന ഇത്തരം വരിയെഴുത്തുകളുമായി ബന്ധപ്പെട്ട് കവിതയുമായി ബന്ധപ്പെട്ടൊക്കെ ചേർന്ന് നിൽക്കുന്ന അത്തരം എഴുത്തുകളെ ഒരു തരത്തിലും ചേർത്ത് വയ്ക്കാൻ കഴിയില്ല. അത് ഭിന്നമായി ഒഴുകുന്ന മറ്റൊരു ധാര തന്നെയാണ്. അതുകൊണ്ട് ആ നിലയ്ക്ക് നമുക്കതിനെ പരിഗണിക്കാൻ കഴിയില്ല. അതേസമയം ഈ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നുള്ള ആദ്യത്തെ ആ വരിയുണ്ടല്ലോ, ആ ഒരു ഹുക്കിട്ട് അങ്ങനെ ഒരു വരി എഴുതാൻ, ആദ്യ വരി അത്ര ലളിതമായി എഴുതുകയും അത്രമേൽ ആളുകളെ സ്പർശിക്കുകയും ചെയ്യുന്ന തരത്തിൽ എഴുതാൻ ഒരുമാതിരിപ്പെട്ട ആളുകൾക്ക് അത്ര എളുപ്പത്തിൽ പറ്റില്ല. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ എഴുത്തിന് അതിന് കേരളം സ്വീകരിച്ച ആ രീതിയോട് ഒക്കെ ആണ് അവർ അംഗീകാരം എന്ന നിലയ്ക്ക് അവർ പരിഗണിച്ചിട്ടുണ്ടാവുക. ആ വരികളെ ആ നിലയ്ക്ക് തന്നെയാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ നിലയ്ക്ക് ആ അവാർഡ് ആ നിലയ്ക്ക് അർഹിക്കുന്നത് തന്നെയാണ്, വേടൻ അർഹിക്കുന്ന അവാർഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒന്ന് ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദമാണ്. അതിലുള്ള ഒരു പ്രശ്നം, അതിലും ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ പരിഗണിക്കേണ്ടത് ഇതിൻ്റെ സ്റ്റാൻഡേർഡാണോ അവസരമാണോ എന്നതിൽ ഒരു തർക്കം അവിടെ നിൽക്കുന്നത് പോലെ ഈ വിഷയത്തിലുള്ള ഒരു പ്രശ്നം ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മൈക്കിൾ ജാക്സണെതിരെ പല ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ. പക്ഷേ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. മൈക്കിൾ ജാക്സന് പക്ഷേ ഗ്രാമി അവാർഡ് അടക്കം എത്രയോ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ ഇതെല്ലാം ഈ വിവാദങ്ങൾ ഒരു തലത്തിൽ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായ ശേഷിയെ, അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള അവതരണത്തെ അതിനെയൊന്നും ആ നിലയ്ക്ക് അതും ഇതും തമ്മിൽ ചേർത്ത് വെച്ച് ചോദ്യം ചെയ്യാവുന്ന ഒരു സ്ഥിതി തൽക്കാലം ഉണ്ടായിട്ടില്ല. ഇപ്പം മലയാളത്തിൽ തന്നെ പണ്ടൊക്കെ മലയാളത്തിലെ പല സാഹിത്യകാരന്മാരുടെയും തോന്നിയവാസങ്ങൾ വല്ലാതെ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആഘോഷിക്കപ്പെടുന്ന ഈ തോന്നിയവാസങ്ങൾ പ്രത്യേകം എഴുതാൻ കോളം കൊടുത്തിട്ടുള്ള മാധ്യമങ്ങളുണ്ട് കേരളത്തിൽ. അങ്ങനെ അതായത് അതൊക്കെ എന്തോ സാഹസിക കൃത്യം എന്നുള്ള മട്ടിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ ഗുരുതരമായ തെറ്റുകളും കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം സാഹിത്യകാരന്മാരുണ്ട്. അവരെ അതിൻ്റെ പേരിലല്ല പക്ഷേ ഓർക്കുന്നത്, അവരുടെ സൃഷ്ടിയുടെ പേരിലാണ്. അത് അങ്ങനെ തന്നെ ആണ് ആ നിലയ്ക്ക് പരിഗണിക്കുക. അത് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ലോകം മുഴുവൻ നടക്കുന്ന ഒരു വിവാദവും ചർച്ചയാണിത്. ഇത് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ റൊമാൻ പൊളാൻസ്കി അദ്ദേഹത്തിനെതിരെ, സംവിധായകനെതിരെ വലിയ ഗുരുതരമായ ഇതുപോലെ കുട്ടികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നത്. പക്ഷേ അദ്ദേഹത്തിന് പിയാനിസ്റ്റിന് ഓസ്കാർ കിട്ടി, വേറെ പല അവാർഡുകളും അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന പല അവാർഡുകളും പല സിനിമകൾക്കുമായി ആ നിലയ്ക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന സ്ഥിതിയുണ്ടായി. വൂഡി അലൻ സംവിധായകനും നടനുമൊക്കെയാണ്. അദ്ദേഹത്തിന് ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളെ അംഗീകരിക്കുമ്പോൾ അതിന് അവാർഡ് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെയാണോ വേണ്ടത്? അപ്പോൾ എന്താണെന്ന് ഇത്തരത്തിൽ ഒരു ആരോപണ വിധേയർ തന്നെയാണ് കേട്ടോ അതിലേക്ക്. അപ്പോൾ ആരോപണ വിധേയരെ കൂടുതൽ അവർക്കൊരു അംഗീകാരം കൊടുക്കുന്ന തരത്തിലേക്ക് ഈ അവാർഡ് മാറുന്നുണ്ടോ? ഇത് അങ്ങനെയാണോ പരിഗണിക്കേണ്ടതെന്നുള്ളതൊരു ചർച്ച വേണ്ട വിഷയമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഉയർന്ന ആരോപണങ്ങളുടെ സ്വഭാവവും മറ്റു കാര്യങ്ങളുമൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് പലരുടെയും കാര്യത്തിൽ എന്നുള്ളത് പിന്നീട്, അതായത് ഇപ്പോൾ കോടതികൾ പോലും ആദ്യഘട്ടത്തിൽ മുമ്പ് ഇതിനെയൊക്കെ പരിഗണിച്ചിരുന്ന തരത്തിലല്ല കോടതികൾ പരിഗണിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ കാലത്തുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് ചർച്ച വേണ്ട ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബില്ലിനെന്താ തോന്നുന്നു? ഉറപ്പായും ഈ വയലാർ എഴുതിയ പോലെ അല്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയതുപോലെ അല്ലെങ്കിൽ കൈതപ്ര എഴുതുന്ന പോലെയൊന്നും എഴുതിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വേടന് അവാർഡ് കൊടുക്കരുത് എന്ന് പറയുന്നത് ബാലിശമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് അടിസ്ഥാനപരമായി തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെയുള്ളൊരു പ്രശ്നം ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്, പ്രത്യേകിച്ച് സ്ത്രീകൾ അധികമായി ചൂണ്ടിക്കാട്ടുന്നത് ആരോപണ വിധേയനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള ഒരാൾക്ക് ഈ വിധത്തിൽ അവാർഡ് കൊടുക്കുന്നത് നല്ല പ്രവണതയാണോ എന്നുള്ളത് എനിക്കും തോന്നിയിട്ടുള്ളത് അത് ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ വിശാലമായിട്ടുള്ള ഒരു
ഒരു നയം വേണം. അതിൽ എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ച് സർക്കാരോ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആളുകളോ ജൂറിയോ ഒക്കെ സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമുക്ക് അതിനകത്തേക്ക് ഒരു തീർപ്പിൽ എത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവർക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിന് വിലക്കൊന്നുമില്ല, നിയമപരമായ വിലക്കുമില്ല. സ്വാഭാവികമായും അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെ ആ പട്ടികയിലേക്ക് വരുമ്പോൾ അത് പരിഗണിക്കല്ലാതെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യവും കൂടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഹർഷൻ പറഞ്ഞ പോലെ ഇവരൊന്നും കുറ്റവാളികളല്ല, ആരോപണ വിധേയരായിട്ടുള്ള ആളുകളാണ്. ഈ വിധത്തിലുണ്ടാകുന്ന ആരോപണങ്ങൾ അത് നമ്മളതിൻ്റെ ആരോപണത്തിൻ്റെ മെറിറ്റിലേക്കൊന്നും നമുക്ക് കടക്കാൻ സാധിക്കില്ല. പക്ഷേ അപ്പോൾ പോലും കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്തി അല്ലെങ്കിൽ ഒരു വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഒരു അന്തിമമായ തീർപ്പിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. മുൻഉദാഹരണങ്ങളാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ആ ഉദാഹരണങ്ങളൊക്കെ അത് അങ്ങനെ പരിഗണിക്കാതിരുന്നതാണോ എന്ന് നമുക്ക്, അതല്ലെങ്കിൽ അത് അവാർഡിന് അർഹമാവേണ്ടതാണ് എന്ന് എങ്ങനെയാണ് ഇപ്പോൾ പറയാൻ കഴിയുക എന്നുള്ള പ്രശ്നമുണ്ട്. ഈ സിനിമകളൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ അവാർഡിന് അർഹമാണ് എന്നെങ്ങനെയാണ് വാദിക്കാൻ കഴിയുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. ചിലർക്ക് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിയുമായിരിക്കും. അതിനപ്പുറത്ത് എൻ്റെ വ്യക്തിപരമായ എൻ്റെ ഒരു നിലപാട് ഈ കാര്യത്തിൽ ആ സൃഷ്ടിയെ തന്നെ ആയിരിക്കും പരിഗണിക്കേണ്ടതെന്നാണ്. ഇപ്പം പല കാലത്ത് പലതരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എങ്കിൽ പോലും പിന്നെ ആ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം ഇതൊക്കെയാണ് നമ്മളുടെ മുന്നിലുള്ള വിഷയങ്ങൾ. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ആ സൃഷ്ടിയെ തന്നെയാണ് പരിഗണിക്കേണ്ടത് എന്നാണ്. മാത്രമല്ല അത് വേറൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വേടൻ അവാർഡ് കിട്ടിയതിന് ശേഷം ഈ പറഞ്ഞ പോയിന്റുകൾക്കപ്പുറത്തുള്ള പോയിന്റുകൾ എടുത്തു വെച്ചുള്ള വിമർശനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കാണുന്നുണ്ട്. അത്തരം പരിഹാസങ്ങളും ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു അവാർഡ് വേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് ഉറപ്പായും. വേടനെ കൃത്യമായ ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ആ ടാർഗറ്റ് ചെയ്യുന്ന ആളുകൾ കൂടി ഈ പറയുന്ന വിമർശനങ്ങൾക്കിടയിലൂടെ അവരുടെ ലക്ഷ്യം നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സജി ചെറിയാൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, വേടന് പോലും അവാർഡ് കൊടുത്തു എന്ന്. അത് അദ്ദേഹം പിന്നീട് വിശദീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരാളൊരു കാര്യം വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിശദീകരണമേ നമ്മൾ എടുക്കാവൂ എന്നുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആദ്യം ആ പരാമർശം വന്നത് ഇത് ജൂറി തന്നെയാണ് ഈ കാര്യങ്ങളിൽ തീരുമാനമെടുത്തത് എന്നൊന്നുകൂടി ഉറപ്പിക്കുന്നതാണ്. കാരണം അതല്ലെങ്കിൽ അദ്ദേഹം വേടന് പോലും അവാർഡ് കൊടുത്തു എന്നുള്ള ഒരു പരാമർശത്തിലേക്ക് എത്തില്ലായിരുന്നു. അദ്ദേഹം പിന്നീട് അത് തിരുത്തി, അദ്ദേഹം അതിനെ വിശദീകരിച്ചു. എങ്കിൽ പോലും ജൂറി സ്വതന്ത്രമായി എടുത്ത തീരുമാനമെന്ന് ജൂറി പറഞ്ഞതിനെയാണ് നമ്മൾ. എനിക്ക് ഒറ്റ കാര്യം കൂടെ പറയാനുള്ളൂ. ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമ അത് ഇറങ്ങിയപ്പോൾ മുതൽ ക്രിട്ടിക്കൽ അക്ലെയിംഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിലാണ് ഈ കുട്ടികളെല്ലാം തന്നെ ഈ പിന്നോട്ട് ബെഞ്ചുകളും ഡെസ്കുകളും വേണോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യവും എന്തുകൊണ്ട് ഈ വിധത്തിൽ ഒരേ നിരയിൽ കുട്ടികൾ ഇരിക്കണം എന്നുള്ള കൺസെപ്റ്റ് എല്ലാം മുന്നോട്ട് വെച്ചതാണ്, രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പോൾ ആ കാര്യത്തിൽ എന്താണെന്നുള്ളത് ജൂറി തന്നെ വ്യക്തമാക്കേണ്ടതാണ്. സാങ്കേതിക പ്രശ്നമുണ്ടോ? എനിക്ക് കണ്ടപ്പോൾ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ കണ്ടപ്പോൾ എനിക്ക് വ്യക്തിപരമായി ആ സിനിമ എനിക്ക് ഭയങ്കര കലാമൂല്യമുള്ള സിനിമയാണെന്നുള്ള ഒരു അഭിപ്രായമൊന്നും ഞാൻ പറയില്ല. പക്ഷേ എനിക്ക് വ്യക്തിപരമായി അത് ഇഷ്ടപ്പെട്ട സിനിമയും അതിനകത്ത് പല രംഗങ്ങളും എന്നെ വല്ലാതെ വിഷമത്തിലാക്കിയ രംഗങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ക്ലാസ് റൂമുകളിൽ ഇത്തരത്തിലുള്ള, അതായത് പുതിയ ക്ലാസ് റൂമുകളിൽ എത്രത്തോളം ആ നിലയ്ക്കുണ്ടെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മളെപ്പോലെയൊക്കെ നമ്മളുടെ കാലത്ത് സ്കൂളിൽ പഠിച്ച ആരോ എടുത്ത ഒരു സിനിമ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത് കുറച്ച് ഒരു പുതിയ കാലമല്ല, ഒരു പഴയ കാലമാണ് നമ്മളതിൽ കാണുന്നത്. പക്ഷേ ആ കാലത്ത് ഇങ്ങനെയൊക്കെ നടന്നിരുന്നു, ഇങ്ങനെയായിരുന്നു ഒരു സ്കൂളിൽ വിദ്യാർത്ഥികളെ പല കാരണങ്ങൾ കൊണ്ട് ട്രീറ്റ് ചെയ്തിരുന്നത് എന്നുള്ളത് അത് നമ്മൾ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് കൂടി അത് വളരെ നമുക്ക് തോന്നും ശരിയാണ്. അതെ, നന്നായിട്ട് തോന്നും. ഈ പുരസ്കൃതമായ വേടൻ്റെ വരികൾ മൂല്യമുള്ള എഴുത്ത് തന്നെയാണ് എന്ന കാര്യത്തിൽ RDXന് സംശയമൊന്നുമില്ല. കലാവിഷ്കാരങ്ങളെയും അതിൻ്റെ സൃഷ്ടാക്കളെയും വെവ്വേറെ കാണണോ? കലാവസ്തുക്കളെ അതിൻ്റെ സൃഷ്ടാവിൽ നിന്ന് ഭിന്നമായ വേറൊരു അസ്തിത്വമായി തന്നെ പരിഗണിക്കണോ എന്ന തർക്കത്തിന് കലയുടെ ചരിത്രത്തോളം തന്നെ പഴക്കം കാണും. അതിവിടെ നമുക്ക് സംസാരിച്ച് തീർപ്പാക്കാവുന്ന വിഷയവുമല്ല. ഏതായാലും ഒന്നുറപ്പാണ്, വേടനെതിരായ ഈ കോലാഹലം വേടനെതിരെ ഉയർന്ന വ്യക്തിപരമായ ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. ഈ രോഷം അത്ര നിഷ്കളങ്കവുമല്ല. ജാതിയും സാമൂഹികാധികാരവും വരേണ്യബോധവുമെല്ലാം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികളുടെ സിനിമയ്ക്കുള്ള പുരസ്കാരം കിട്ടിയില്ല എന്ന് പരാതിയുള്ള സിനിമ ആ വിഭാഗത്തിലേക്കല്ല അപേക്ഷിച്ചതെന്നും അതേ എന്നും ഉള്ള തർക്കം ഇപ്പോൾ നടക്കുന്നത് കണ്ടു. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിവാകട്ടെ. കവിയും ഗാനരചയിതാവുമായ മനോജ് കുറൂർ ഇന്ന് ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് രസകരമായി തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോഴുള്ളതൊന്നും കൊള്ളില്ല എന്ന് സ്ഥാപിക്കാൻ മുൻകാലങ്ങളിൽ ജീവിച്ച മഹാന്മാരായ മറ്റു ചിലരെ പറ്റി ഗൃഹാതുരത്വം കൊണ്ട ഒരാളോട് ഒരു സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണത്രേ: അവരൊന്നും ഇനി എന്തായാലും ഇങ്ങോട്ട് വരാൻ ഭാവമുണ്ടെന്ന് തോന്നുന്നില്ല, താൻ അങ്ങോട്ട് പോവുക ഭേദം എന്ന്. അതുകൊണ്ട് ഈ പഴയ എഴുത്തുകാരെയും പഴയ കവികളെയും ഒക്കെ പോലെ അങ്ങനെ വേണം എഴുതാൻ എന്ന് ആലോചിക്കുന്നവർ അങ്ങനെ കൂടി ഒരു സാധ്യത ആരായുന്നത് നല്ലതാണ്.
കൊടുമ്പിരിക്കൊണ്ട പ്രചാരണത്തിനൊടുവിൽ ബീഹാറിൽ 1ാം ഘട്ടം കൊട്ടിക്കലാശം. പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം.